ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ട്രീ. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അതായത് ഈ കവിതയിൽ ഒരു കുട്ടി ഒരു ചെറിയ ട്രീയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് ഈ കുട്ടി ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എഴുതാം. From the top of the cherry tree, the child's view expands into a panorama of enchanting sights. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കുട്ടിക്ക് മനോഹരമായ പല കാഴ്ചകളും കാണാൻ സാധിച്ചിട്ടുണ്ട്. The neighboring garden spreads out below a tapestry of vibrant colors adorned with blooming flowers that sway gently in the breeze. അതായത് തൊട്ടടുത്തുള്ള ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം കുട്ടി കാണുന്നു. അതിൽ ധാരാളം പൂക്കൾ, വിടർന്നു നിൽക്കുന്ന പൂക്കളും കൊണ്ട് മനോഹരമായ ഒരു പൂന്തോട്ടം കുട്ടി കാണുന്നു. ദ ചൈൽഡ് ഒബ്സർവ്സ് മെനി പ്ലസന്റ് പ്ലേസസ് ദാറ്റ് സ്ട്രെച്ച് ഇൻ ടു ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരുപാട് ദൂരേക്ക് ഇങ്ങനെ പരന്നു കിടക്കുന്ന മനോഹരമായ പല സ്ഥലങ്ങളും കുട്ടി കാണുന്നുണ്ട്. ഈച്ച് ഓഫറിങ് എ ഗ്ലിംസ് ഓഫ് ആൻ അൺഫെമിലിയർ ആൻഡ് ഇൻവൈറ്റിംഗ് വേൾഡ്. അപ്പോൾ ഇതുവരെ പരിചയമില്ലാത്ത, മുൻപ് കണ്ടിട്ടില്ലാത്ത പല സ്ഥലങ്ങളും കുട്ടി ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നു. ഇൻ ദ നിയർ ഡിസ്റ്റൻസ് ദ ഡിംബ്ലിംഗ് റിവർ meanders gracefully, its surface shimmering like a blue-looking glass under the reflection of the clear sky above. അപ്പോൾ കുട്ടി കാണുന്ന മനോഹരമായ ഒരു നദി കാണുന്നുണ്ട്. മുകളിലുള്ള ആകാശത്തിൻ്റെ ആ ഒരു നീല നിറം, അതുപോലെ ഗ്ലാസ്സിൽ കാണിക്കുന്നത് പോലെയുള്ള അത്രയും പ്യുവറായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു നദി കാണുന്നുണ്ട്. ആ നദിയിൽ നോക്കുമ്പോൾ ഈ ആകാശത്തിൻ്റെ ഈ ഒരു കളർ ബ്ലൂ നിറം കുട്ടിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദ റിവർ കർവ്സ് ആൻഡ് വിൻസ് ത്രൂ ദ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ഈ നദി ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തു കൂടി അതിങ്ങനെ ഒഴുകി പോകുന്നു, ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒഴുകി പോകുന്നു. ലീഡിങ് ദ ചൈൽഡ്സ് ഗേസ് ടുവേർഡ്സ് ഡസ്റ്റി റോഡ്സ് ദ ട്രാവേഴ്സ് ഹിൽസ് ആൻഡ് വാലീസ്. അതുപോലെ കുട്ടി പല പല ചെറിയ ചെറിയ വഴികൾ കാണുന്നുണ്ട്. എല്ലാ വഴികളും ഈ ടൗണിലേക്ക് പോകുന്ന പല ഭാഗത്തു നിന്നുള്ള ചെറിയ ചെറിയ വഴികൾ, പൊടി പിടിച്ച വഴികൾ, ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എലോങ് ദീസ് റോഡ്സ് ടൈനി ഫിഗേഴ്സ് ഓഫ് പീപ്പിൾ ക്യാൻ ബി സീൻ. അപ്പോൾ അത്രയും ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയായതുകൊണ്ട് അതിൽ നടന്നു പോകുന്ന ആളുകളെയൊക്കെ ചെറിയ ആളുകളായിട്ട് ആണ് കാണാൻ കഴിയുന്നത്. കുറേ ദൂരെ നിന്നുള്ള ഒരു കാഴ്ചയാണ്. Along these roads, tiny figures of people can be seen, their movements creating rhythmic pattern against the backdrop of green fields and bustling town life. അപ്പോൾ ഈ ആളുകൾ പല വഴികളിലൂടെ ഈ പറയുന്ന പ്രധാന ടൗണിലേക്ക് ഇങ്ങനെ നീങ്ങുന്നു. അത് ദൂരെ നിന്ന് ഈ കുട്ടി കാണുകയാണ്. അപ്പോൾ ചെറിയ രൂപങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നതായിട്ട് കുട്ടി കാണുകയാണ്. As the child's eyes scan further, they imagine reaching even greater heights. പിന്നെ കുട്ടി അവിടെ നിന്ന് പിന്നെ തൻ്റെ ഭാവനയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുകയാണ്. പെർഹാപ്സ് ഫൈൻഡിങ് എ ടോളർ ട്രീ ടു ക്ലൈം ദാറ്റ് വുഡ് അലോ ദം ടു സീ വെയർ ദ റിവർ മീറ്റ്സ് ദ സീ. ഇപ്പോൾ ഈ നദി ഇങ്ങനെ ഒഴുകി പോകുന്നത് പല ഭാഗത്തുകൂടി ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇങ്ങനെ പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. കുറച്ചുകൂടി ഉയരമുള്ള ഒരു മരം കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിയാൽ ഈ നദി കടലിൽ ചെന്ന് പതിക്കുന്നത് കൂടി കാണാൻ കഴിയുമെന്ന് കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ്. ഇൻ ദർ മൈൻഡ്സ് ഐ ദേ എൻവിഷൻ ഷിപ്പ് സെയിലിംഗ് അലോങ് ദ ഹൊറൈസൺ, സിംപലൈസിങ് ജേർണീസ് ടു ഡിസ്റ്റന്റ് ലാൻഡ്സ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ടു ബി എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ കൂടി ഉയരമുള്ള ഒരു മരത്തിന് മുകളിൽ കയറിയാൽ ഈ നദികൾ കടലിൽ ചെന്ന് പതിക്കുന്നതും കടലിൻ്റെ ഹൊറൈസൺ അതും അതുപോലെ തന്നെ ഈ കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളും ഒക്കെ കാണാൻ കഴിയും എന്ന് കുട്ടി വിചാരിക്കുകയാണ്. ഇൻ ദിസ് മൊമെന്റ് അറ്റോപ്പ് ദ ട്രീ ദ ചൈൽഡ് ഫീൽസ് എ സെൻസ് ഓഫ് വേവ് ആൻഡ് വണ്ടർ അറ്റ് ദ വേൾഡ് സ്പ്രെഡ് ഔട്ട് ബിഫോർ ദം. അപ്പോൾ ഈ അത്ഭുതത്തോടു കൂടി ഈ കാഴ്ച കുട്ടി കാണുകയാണ്. ഇറ്റ് ഈസ് എ വ്യൂ ദാറ്റ് എക്സ്പാൻഡ്സ് ദർ ഇമാജിനേഷൻ. ഭാവനയെ വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്റ്റിറിംഗ് ഡ്രീംസ് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി. പുതിയ പുതിയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവുകയാണ്. ആൻഡ് റീഇൻഫോഴ്സിങ് ദ മാജിക് ഓഫ് സീയിങ് ഓർഡിനറി സറൗണ്ടിങ്സ് ഫ്രം എ ന്യൂ ആൻഡ് എലവേറ്റഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഉയർന്ന ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് ലോകത്തെ വാച്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇനി
അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. ഹാവ് യു എവർ ട്രൈഡ് ടു ലുക്ക് ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്? ഇഫ് യു ഹാവ്, വാട്ട് ഡിഡ് യു സീ? ഇഫ് യു ഹാവിൻറ്റ്, വാട്ട് ഡു യു എക്സ്പെക്ട് ടു സീ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇതേപോലെ ഒരു മരത്തിന് മുകളിൽ കയറി നിൽക്കുകയോ അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. യെസ്, ലുക്കിംഗ് ഔട്ട് ഫ്രം എ ട്രീ ഓർ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ക്യാൻ ഓഫർ എ യുണീക് പെർസ്പെക്റ്റീവ് ഓൺ ദ സറൗണ്ടിങ്സ്. നമുക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാൻ കഴിയും. ഫ്രം സച്ച് വാൻറ്റേജ് പോയിന്റ്സ് ഐ ഹാവ് സീൻ എ ബ്ലെൻഡ് ഓഫ് നാച്ചുറൽ ആൻഡ് urban ലാൻഡ്സ്കേപ്സ്. അപ്പോൾ ആ പ്രകൃതിയുടെ ഭംഗിയും അതുപോലെ ഈ പറയുന്ന ടൗണിന്റെ ഭംഗിയും ഒക്കെ നമുക്ക് ഈ ഒരു ഉയരത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ട്രീസ്, പാർക്സ്, ഗാർഡൻസ് അപ്പിയർ മോർ ഡീറ്റെയിൽഡ് ആൻഡ് ഇന്റർ കണക്റ്റഡ്. അപ്പോൾ നമുക്ക് മരങ്ങളും അതുപോലെ ടൗണിലൊക്കെ ആണെങ്കിൽ ടൗണിലുള്ള പാർക്ക് അത് മുഴുവനായിട്ട് കാണാം, ഗാർഡൻസ് എല്ലാം നമുക്ക് കാണാൻ കഴിയും. റോഡ്സ് ബസ്ലിംഗ് വിത്ത് വെഹിക്കിൾസ് ആൻഡ് പീപ്പിൾ ബിക്കം പാറ്റേൺസ് ഓഫ് മൂവ്മെന്റ് ആൻഡ് ആക്ടിവിറ്റി. അതുപോലെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ. റൂഫ് ടോപ്പ് ആൻഡ് ബിൽഡിംഗ്സ് ഫെക്കേറ്റ്സ് റിവീൽ ദെയർ ആർക്കിടെക്ചറൽ ഇൻട്രിക്കസീസ് while distant landmarks or bodies of water often draw the eye. അപ്പോൾ നമുക്ക് ധാരാളം കെട്ടിട സമുച്ചയങ്ങൾ, അതുപോലെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കും. ഇഫ് യു ഹാവൻറ്റ് എക്സ്പീരിയൻസ്ഡ് യെറ്റ് യു മൈറ്റ് എക്സ്പെക്ട് ടു ബ്രോഡർ വ്യൂ ഓഫ് യുവർ നൈബർഹുഡ് ഓർ സിറ്റീസ്കേപ്പ്. ഇനി നിങ്ങൾ അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി യു കുഡ് സീ ദ ലേ ഔട്ട് ഓഫ് സ്ട്രീറ്റ്സ് ആൻഡ് ബിൽഡിങ്സ് ഫ്രം അബവ്. അപ്പോൾ സ്ട്രീറ്റിൻ്റെ ഒരു ലേ ഔട്ട് നമുക്ക് കാണാൻ കഴിയും. നോട്ടീസിങ് ഡീറ്റെയിൽസ് ദാറ്റ് ആർ ലെസ് വിസിബിൾ ഫ്രം ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഹൈറ്റിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. യു മൈറ്റ് ആൻറ്റിസിപ്പേറ്റ് ക്ലിയറർ സെൻസ് ഓഫ് സ്പേഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പോസിബിലിറ്റി ഓഫ് സ്പോട്ടിംഗ് പ്ലേസസ് യു ഹാവ് നെവർ നോട്ടീസ്ഡ് ബിഫോർ. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയും. ദ എക്സ്പീരിയൻസ് ക്യാൻ ഓഫർ എ ഫ്രഷ് പെർസ്പെക്റ്റീവ് ഓൺ ഫെമിലിയർ സറൗണ്ടിങ്സ്, revealing new dimensions and sparking curiosity about what lies beyond your usual viewpoint. നമ്മുടെ സാധാരണ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളെക്കാൾ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ നമുക്ക് ഇങ്ങനെ ഉള്ള ഉയർന്ന ഒരു സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.